നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. സംസ്ഥാന ഭരണം ദുർഭരണമാക്കി മാറ്റിയ പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. കുഞ്ചൻ നമ്പ്യാർ കലാപീഠത്തിൽ പ്രവേശനത്തിന് ഇനി പ്രായപരിധിയില്ല. വലിയപാടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. വിമർശിച്ചാൽ സോഷ്യൽ മീഡിയയ്ക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ കേസെടുക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് PR ഏജൻസിക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. കള്ളക്കടത്തും പൊട്ടിക്കലും നടക്കുന്നത് ഞങ്ങൾക്ക് അൻവറുടെ അഭിപ്രായത്തോട് യോജിപ്പൊന്നുമില്ല, പിണറായിയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ല. ഇത് പങ്കുകച്ചവടക്കാർ തമ്മിൽ തെറ്റിയ സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സത്യം തുറന്നു പറയാൻ PV അൻവറും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം വീതം വെപ്പിന്റേതാണെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടും BJP കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയരാത്ത ആരോപണങ്ങളാണ് പിണറായി വിജയനും കുടുംബത്തിനും എതിരെയുള്ളത്. അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കുമായിരുന്നു. സ്വർണം പൊട്ടിക്കലിലും കള്ളക്കടത്തിനും CPM-ലെ ചിലർക്കുള്ള പങ്ക് നേരത്തെ തന്നെ പുറത്തുവന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ P വേണുഗോപാൽ, AK ഓമനക്കുട്ടൻ, നന്ദകുമാർ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് കൃഷ്ണൻ, C മധു, TK ഫിലിപ്പ്, സത്യഭാമ, N ശിവരാജൻ എന്നിവർ സംസാരിച്ചു. മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ലക്കിടി കിള്ളിക്കുറിശി മംഗലത്തെ സ്മാരകത്തിൽ നടത്തിവരുന്ന കലാപീഠത്തിലെ പഠന കോഴ്സുകളിൽ ഇനിമേൽ പ്രവേശനത്തിനുള്ള പ്രായപരിധി ഒഴിവാക്കി. ഈ വർഷം മുതൽക്കാണ് ഈ മാറ്റം. ഇതേവരെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിരുന്നു പ്രവേശനത്തിന് യോഗ്യത. ഈ വർഷം മുതൽ 10 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും പ്രവേശനത്തിന് അപേക്ഷ നൽകാമെന്ന് ഭരണസമിതി അറിയിച്ചു. പുറമെ ഈ വർഷം മുതൽ തൽപരരായ വിദ്യാർത്ഥികൾക്ക് തുള്ളൽ സൗജന്യമായി പഠിക്കാനും അവസരമുണ്ടായിരിക്കും. തുള്ളൽ, മൃദംഗം, മോഹിനിയാട്ടം, കർണാടക സംഗീതം എന്നിവയിലാണ് കലാപീഠം പ്രവേശനം നൽകുക. ഓരോ വിഭാഗത്തിനും 25 സീറ്റുകൾ എന്ന ക്രമത്തിലാണ് പ്രവേശനം. 8-ാം തീയതി വരെ പ്രവേശനത്തിന് അപേക്ഷിക്കാം. 11-നാണ് അപേക്ഷകർക്കുള്ള ഇന്റർവ്യൂ. 13 മുതൽ ക്ലാസുകൾ ആരംഭിക്കും. വലിയപാടം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ പരിപാടികൾ പാലക്കാട് ഗവൺമെന്റ് ചെമ്പൈ സംഗീത കോളേജ് പ്രിൻസിപ്പൽ R മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ ശുദ്ധിയുടെ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം സഭീകരണത്തിൽ. ക്ഷേത്രം സേവാ സമിതി പ്രസിഡന്റ് ഗിരീഷ് കുമാർ അധ്യക്ഷനായി. സെക്രട്ടറി സുകേഷ് മേനോൻ, വൈസ് പ്രസിഡന്റ് V അനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി P ഗോകുലകൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ ഗോപിനാഥ്, സഞ്ജയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഭൈരവി കലാക്ഷേത്രയുടെ നേതൃത്വത്തിൽ നൃത്തങ്ങൾ അരങ്ങേറി. ഒക്ടോബർ 12 വരെ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പ്രശസ്ത നർത്തകരുടെയും സംഗീതജ്ഞരുടെയും സാംസ്കാരിക പരിപാടികൾ ഉണ്ടാകും. ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന മിടുക്കർക്കും SMC, PTA, MPTA ഭാരവാഹികൾക്കും ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 2023-2024 അധ്യയന വർഷത്തിലെ SSLC +2 വിദ്യാർത്ഥിനികൾക്ക് നൽകി വരുന്ന PK കൈമൾ എൻഡോമെന്റ് നിവേദിത എൻഡോമെന്റ് സെന്റിനറി 2022-23 വർഷത്തെ USS സ്കോളർഷിപ്പ് വിതരണവും ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര IAS നിർവഹിച്ചു. PTA പ്രസിഡന്റ് M അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. K നന്ദകുമാർ, ശ്രീമതി നന്ദിനി, MPTA പ്രസിഡന്റ് ധന്യ ഷിബു, SMC ചെയർപേഴ്സൺ ദിവ്യ B, സ്കൂൾ പ്രിൻസിപ്പൽ UK ലത, പ്രധാനാധ്യാപികമാരായ പ്രീജ PP, ഇന്ദു M, PTA വൈസ് പ്രസിഡന്റ് A ലൈല, ഭാരവാഹികളായ രാജേഷ് IG, മിനി K, പ്രവീണ K, ഷറഫുദ്ദീൻ കിച്ചലു, SMC ഭാരവാഹികളായ ഹരിദാസ് മച്ചിങ്ങൽ, ജെയിനി M, MPTA അംഗം റഹ്യാന M, ധന്യ M, അധ്യാപകരായ രമേശ് H, പ്രമീള ദേവി S, ബിജു T, സന്ധ്യ R, ശ്രീജ P, ആശ G എന്നിവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു. മറ്റു വാർത്തകളിലേക്ക് വരാം, ഒരു ഇടവേളയ്ക്ക് ശേഷം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്. കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ് ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വാർത്തകൾ തുടരുന്നു. സമൂഹം നൽകുന്ന അനുമോദനങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ഊർജ്ജമായി മാറ്റണമെന്ന് KPCC ജനറൽ സെക്രട്ടറി KA തുളസി. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം NGO യൂണിയൻ ഹാളിന് മുന്നിൽ സമാപിച്ചു. പൊതുയോഗം CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ അധ്യക്ഷനായി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം SB രാജു, KGOA നേതാവ് MA നാസർ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് MS കറിയ, ബെഫി നേതാവ് സജി വർഗീസ് എന്നിവർ സംസാരിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി K സന്തോഷ് കുമാർ സ്വാഗതവും K മഹേഷ് നന്ദിയും പറഞ്ഞു. മാന്യമായ ജോലിയും ജീവിത സാഹചര്യങ്ങളും ഉറപ്പാക്കുക, ഗണ്യമായ വേതന വർധന, പൂർണ്ണ അവകാശങ്ങളുള്ള സ്ഥിരമായ ജോലി, ആഴ്ചയിൽ 35 മണിക്കൂർ ജോലി, ദിവസത്തിൽ 7 മണിക്കൂർ ജോലി, എല്ലാ ജോലി സ്ഥലങ്ങളിലും ആരോഗ്യവും സുരക്ഷയും തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് WFTU ഇത്തവണ സ്ഥാപക ദിനം ആചരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ നിയമം ലംഘിച്ചാൽ ഇരട്ടിപ്പിഴ ഈടാക്കാൻ ശുപാർശ. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വരുന്ന ഭേദഗതിയിലാണ് ശിക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശമുള്ളത്. സ്കൂൾ കോളേജ് വാഹനങ്ങളുടെ യാത്ര കൂടുതൽ സുരക്ഷിതമാക്കാനാണ് നിർദ്ദേശം. വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ എന്നിവരുമായുള്ള യാത്രകളിൽ നിയമം ലംഘിച്ചാൽ ഡ്രൈവർ ഇരട്ടിപ്പിഴ അടയ്ക്കേണ്ടി വരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാടകയ്ക്കും പാട്ടത്തിനും എടുക്കുന്ന വാഹനങ്ങൾക്കും റോഡ് നികുതി ഇളവുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് പെർമിറ്റ് ലഭിക്കും. നിലവിൽ സ്ഥാപനങ്ങളുടെ സ്വന്തം വാഹനങ്ങൾക്ക് മാത്രമാണ് EIB പെർമിറ്റ് നൽകിയിരുന്നത്. ഇത്തരം വാഹനങ്ങൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയും ഒഴിവാക്കാനാണ് തീരുമാനം. CPIM ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് 4 സെമിനാറുകൾ സംഘടിപ്പിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ഡോക്ടർ തോമസ് ഐസക്, സ്വാമി സന്ദീപാനന്ദഗിരി, സുനിൽ P ഇളയിടം, ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവരാണ് സെമിനാറുകളിൽ പങ്കെടുക്കുക. തീയതി, സ്ഥലം എന്നിവ പിന്നീട് അറിയിക്കും. നവംബർ 9, 10 തീയതികളിൽ പാലപ്പുറത്ത് സൂര്യ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഏരിയ സമ്മേളനം ചേരുന്നത്. പ്രകടനവും പൊതുസമ്മേളനവും കാവ് മൈതാനത്താണ് നടത്തുക. KCB പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിൾ ഗാന്ധി ജയന്തി ദിനം ഉപഭോക്തൃ സേവന ദിനമായി ആചരിച്ചു. ഇന്ന് നമ്മൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഉപഭോക്തൃ സേവന വാരമായി ആചരിക്കുക. ഇന്ന് മുതൽ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കും. ഭാഗമായി പാലക്കാട് വൈദ്യുതി ഭവനിലും പാലക്കാട് ആലത്തൂർ ചിറ്റൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസുകളും 39 സെക്ഷൻ ഓഫീസുകളിലും ശുചീകരണ പ്രവൃത്തികൾ നടന്നു. പാലക്കാട് സർക്കിൾ തല ദിനാചരണം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഗിരിജ TC ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് വൈദ്യുതി ഭവനിൽ വെച്ച് നടന്ന പരിപാടിയിൽ പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാമപ്രകാശ് KV അധ്യക്ഷത വഹിച്ചു. ചിറ്റൂരിൽ കുമാരി P സുചിത്രയും ആലത്തൂരിൽ P പ്രേംരാജും നേതൃത്വം നൽകി. വൈദ്യുതി ബോർഡ് ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 8 വരെ ഉപഭോക്തൃ സേവന വാരമായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി ഓവർഹെഡ് ലൈൻ ആവശ്യമില്ലാത്ത വൈദ്യുതി കണക്ഷനുകൾ അന്നു തന്നെ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. വൈദ്യുതി ബോർഡ് നൽകി വരുന്ന വാതിൽപ്പടി സേവനത്തിന്റെയും മറ്റു ഓൺലൈൻ സേവനങ്ങൾ വിപുലമായ പ്രചരണവും സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകളും ഉപഭോക്താക്കളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് വിവിധ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും. ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 25 വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ 916 HUID ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം. സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം. ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു.
അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് 2,26,000 രൂപ വകയിരുത്തി ബയോ കമ്പോസ്റ്റർ ബിൻ വിതരണം നടത്തി. 10% ഗുണഭോക്തൃ വിഹിതം. പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ വിതരണം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ പി അനിത അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സി പി ശശി, റഫീഖ്, സി പി വനജ, അംഗങ്ങളായ ഉണ്ണിയാൻകുട്ടി, സ്മിത എന്നിവർ സംസാരിച്ചു. സോഷ്യോ എക്കണോമിക് പ്രതിനിധികൾ ക്ലാസ് എടുത്തു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആശ സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കാഞ്ചന നന്ദിയും പറഞ്ഞു. ഹാഷിഷ് ഓയിൽ കടത്തിയ കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കൊച്ചി പുതുവൈപ്പ് വൈപ്പിൻകര കോഴത്ത് വീട്ടിൽ താമസിക്കുന്ന കന്യാകുമാരി പത്തുകാണി പുത്തൻ വീട്ടിൽ പ്രമോദിനെയാണ് കോടതി ശിക്ഷിച്ചത്. 2022 കേസിനാസ്പദമായ സംഭവം. പാലക്കാട് വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് സജീവിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇയാൾ പിടിയിലായത്. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ബസ്സിൽ 11.33 കിലോ ഹാഷിഷ് ഓയിൽ കടത്താനായിരുന്നു ശ്രമം. ആന്ധ്രാപ്രദേശിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തിക്കാൻ മറ്റൊരാൾ ഏൽപ്പിച്ചതായിരുന്നു ഹാഷിഷ് ഓയിൽ. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം രാകേഷ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. 4th അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എൽ ജയവന്ത് വിധി പറഞ്ഞ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ വിജയകുമാർ, മുൻ അഡീഷണൽ പ്രോസിക്യൂട്ടർ റെഡ്സൺ കറിയ എന്നിവർ ഹാജരായി. ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലെ കാന്റീൻ തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ പ്രതീകാത്മക കാന്റീൻ സമരം. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സമരം രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, നഗരസഭാ കൌൺസിലർമാർ എന്നിവരാണ് സമരത്തിൽ പങ്കെടുക്കുകയെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ ജയരാജൻ അറിയിച്ചു. 1 വർഷത്തിലധികമായി കാന്റീൻ അടഞ്ഞുകിടക്കുന്നത് ആശുപത്രിയെ ആശ്രയിക്കുന്ന നിരവധി പേരെ ബുദ്ധിമുട്ടിക്കുന്നതായാണ് പരാതി. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 2 തവണയാണ് കാന്റീൻ ലേലത്തിന് ആരും മുന്നോട്ട് വരാതിരുന്ന സാഹചര്യത്തിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരം വ്യവസ്ഥകളിൽ ഇളവ് വരുത്തിയത്. വാടക പുതുക്കി നിശ്ചയിച്ചു. അഡ്വാൻസ് 6 മാസത്തേക്ക് എന്നത് 2 മാസമാക്കിയും ചുരുക്കി. അതേസമയം ലേലം പൂർത്തിയായതായും കാന്റീൻ പ്രവർത്തനം പുനരാരംഭിക്കാൻ പെയിന്റിംഗ് പ്രവൃത്തി നടന്നുവരുന്നതായും സൂപ്രണ്ട് അറിയിച്ചു. തിരൂർ സ്വദേശിയാണ് കരാറെടുത്തത് എന്നാണ് വിവരം. അടുത്ത ദിവസം തന്നെ കാന്റീൻ പുനരാരംഭിക്കുമെന്നാണ് സൂചന. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. വൈദ്യുത വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ സാമ്പത്തിക വർഷം 1000 ഈ ഓട്ടോറിക്ഷകൾക്ക് കൂടി സർക്കാർ സഹായം നൽകും. ഈ ഓട്ടോറിക്ഷ വാങ്ങുന്നവർക്ക് 30,000 രൂപ മോട്ടോർ വാഹന വകുപ്പ് വഴി വിതരണം ചെയ്യും. ഇതിനായി 3 കോടി രൂപ അനുവദിച്ചു. ഇതുവരെ 3667 ഈ ഓട്ടോറിക്ഷകൾക്ക് സർക്കാർ 30,000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകിയിരുന്നു. 11 കോടി രൂപയാണ് സബ്സിഡി ഇനത്തിൽ ചെലവിട്ടത്. വാഹന വിലയുടെ 25% അല്ലെങ്കിൽ 30,000 രൂപയാണ് സബ്സിഡി. ഇതിൽ കുറഞ്ഞ തുകയാണ് വാഹന ഉടമയ്ക്ക് നൽകുന്നത്. ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്ക്. ദേശീയപാത നൊട്ടമലയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്ക്. കരിമ്പ പള്ളിപ്പടി താഴേക്കാട്ടിൽ വീട്ടിൽ അബുവിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അപകടം. പരിക്കേറ്റ അബുവിനെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. BJP അംഗങ്ങൾ അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ഉപവാസ സമരം നടത്തി. അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ BJPയുടെ 7 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് കവാടത്തിന് മുൻപിൽ നടത്തിയ ഉപവാസ സമരം BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം
പ്രസിഡന്റ് ജി സുജിത് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് സി മധു, BJP സംസ്ഥാന കൌൺസിൽ അംഗം AC മോഹനൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് ഷൺമുഖൻ, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വിവേക്, വൈസ് പ്രസിഡന്റുമാരായ രാമചന്ദ്രൻ, രാജഗോപാൽ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ P ഉണ്ണികൃഷ്ണൻ, ജ്യോതിഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, പൊതുപരിയാരം വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ബൂത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ആറ്റൂർ, പൊതുപ്രവർത്തകൻ അമ്പാട്ട് മുരളി തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ 9-ന് തുടങ്ങിയ ഉപവാസം വൈകുന്നേരം 5 വരെ തുടർന്നു. കഴിഞ്ഞ 2 വർഷത്തിലധികമായി പഞ്ചായത്തിലെ മിക്ക റോഡുകളും തകർന്ന നിലയിലാണെന്ന് BJP ആരോപിച്ചു. ജലവകുപ്പിന്റെ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ജലവിതരണ പൈപ്പുകൾ മാറ്റിയ കുഴികൾ ശരിയായി മൂടാത്തതിനാൽ റോഡുകൾ തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി തീരുകയായിരുന്നു. റോഡുകൾ ശരിയാക്കുന്നതുവരെ സമരമുറകൾ തുടരുമെന്ന് സമരക്കാർ പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ഐശ്വര്യ, സുരേഷ് കുമാർ, ഗീത, KA സുധീർ, TP ശ്രീദേവി, G സുജിത്, KK അജയ് എന്നിവരാണ് പഞ്ചായത്ത് വികസന മുരടിപ്പിനും റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കുമെതിരെ കവാടത്തിൽ ഉപവാസ സമരം ചെയ്തത്. സമൂഹം നൽകുന്ന അനുമോദനങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ഊർജ്ജമായി മാറ്റണമെന്ന് KPCC ജനറൽ സെക്രട്ടറി KA തുളസി. പ്രയാസങ്ങളും ഒക്കെ വന്നാലും അതിനെയൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതിരോധിക്കുക, ആ പ്രശ്നത്തെ മറികടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സഹകരണവും ഉണ്ട് എന്ന് ആദ്യമായിട്ട് തന്നെ അറിയിക്കുകയാണ്. പാർട്സ്പിൻ ഇന്ത്യ ലിമിറ്റഡ് എംപ്ലോയീസ് അസോസിയേഷൻ പാർട്സ്പിൻ ജീവനക്കാരുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് യൂണിയന്റെ ഉപഹാരം നൽകി സംസാരിക്കുകയായിരുന്നു KA തുളസി. അനുമോദന ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ മൂർത്തി, M നടരാജൻ, N മുരളീധരൻ, KV നന്ദനൻ, മഹിളാ ബ്ലോക്ക് പ്രസിഡന്റ് MH സലീന, S ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റ് KV നന്ദനൻ, ജനറൽ സെക്രട്ടറി C മൂർത്തി, വൈസ് പ്രസിഡന്റുമാരായ MA സുരേഷ്, വേണുഗോപാൽ, സെക്രട്ടറിമാരായി S ബാബു, സുരേന്ദ്രൻ, ട്രഷററായി സുരേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ഭരണം ദുർഭരണമാക്കി മാറ്റിയ പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. കുഞ്ചൻ നമ്പ്യാർ കലാപീഠത്തിൽ പ്രവേശനത്തിന് ഇനി പ്രായപരിധിയില്ല. വലിയപാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു.